ഭൂമിയിൽ മനുഷ്യവാസമില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം. ഇവിടെ 6 മാസം പകലാണെങ്കിൽ 6 മാസം രാത്രിയായിരിക്കും. -89.2 ആണ് ഇവിടെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില. അന്റാർട്ടിക്കയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ദ വൈറ്റ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ വെളുത്ത ഭൂഖണ്ഡം എന്നൊക്കെ അറിയപ്പെടുന്ന അന്റാർട്ടിക്കയെ കുറിച്ചുള്ള രസകരമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഭൂഖണ്ഡങ്ങളിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്കുള്ളത്. ഇവിടെ സാധാരണയായി വരണ്ട കാലാവസ്ഥയും നല്ല ശക്തിയേറിയ കാറ്റും തണുപ്പുമൊക്കെയാണ് അനുഭവപ്പെടാറുള്ളത്. ഈ ഭൂഖണ്ഡത്തിന്റെ 98% മഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഞ്ഞ് മൂടിയ ഭൂഖണ്ഡം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കൂടാതെ 14.2 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഭൂഖണ്ഡം വ്യാപിച്ചു കിടക്കുന്നത്. ഈ ഭൂഖണ്ഡത്തെ 2 വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഈസ്റ്റ് അന്റാർട്ടിക്ക. ഇവിടം വലിയ ഐസ് പാളികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു പീഠഭൂമിയാണ്. രണ്ടാമത്തേത് വെസ്റ്റ് അന്റാർട്ടിക്ക. ഐസ് പാളികൾ കൊണ്ട് മൂടപ്പെട്ട വലിയ മലനിരകളും ദ്വീപസമൂഹങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആർട്ടിക് കടൽ പ്രദേശത്തിന് എതിരെ വരുന്നത് എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമായ അന്റാർട്ടിക്കോസ് എന്ന പദത്തിൽ നിന്നാണ് അന്റാർട്ടിക്കയ്ക്ക് ഈ പേര് ലഭിക്കുന്നത്. ഏതാണ്ട് 2100 മൈൽ വ്യാപിച്ചു കിടക്കുന്ന ട്രാൻസാന്റിക് മലനിരകളാണ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അന്റാർട്ടിക്കകളെ വേർതിരിച്ചു നിർത്തുന്നത്. ലോകത്തിലുള്ള ഐസിന്റെ 90%, ലോകത്തിലുള്ള ശുദ്ധജലത്തിന്റെ 80% അന്റാർട്ടിക്കയിലാണുള്ളത്. അന്റാർട്ടിക്കയെ കുറിച്ചുള്ള മറ്റൊരു രസകരമായ വസ്തുതയാണ് ഈ അന്റാർട്ടിക്ക എന്നതൊരു മരുഭൂമിയാണ്. അതെങ്ങനെ ഇത്രയും ഐസും ജലവും ഒക്കെ ഉള്ള ഒരു പ്രദേശത്തെ മരുഭൂമി എന്ന് വിളിക്കാനാകുക? ഇതിന് കാരണം നമ്മൾ പലരും ഈ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന രൂപം വലിയ വലിയ മണൽ കൂനകളും അതുകൂടാതെ നല്ല ശക്തിയേറിയ ചൂടുമൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് ലഭിക്കുന്ന മഴയാകട്ടെ, മഞ്ഞാകട്ടെ, മൂടൽമഞ്ഞാകട്ടെ, ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ ഏതൊരു പ്രദേശത്തായാലും, ഭൂമിയിലെ ഏതൊരു പ്രദേശത്തായാലും അത് ലഭിക്കുന്നതിന്റെ അളവിലുള്ള കുറവാണ് ആ പ്രദേശത്തെ ഒരു മരുഭൂമിയാക്കി മാറ്റുന്നത്. ഈ അന്റാർട്ടിക്കയിൽ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ലഭിച്ച മഴയുടെ അളവെന്ന് പറയുന്നത് വെറും 30 മില്ലിമീറ്റർ മാത്രമാണ്. ഇവിടുത്തെ തീരപ്രദേശങ്ങളിൽ അത്യാവശ്യം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഭൂഖണ്ഡത്തെ മൊത്തമായി എടുക്കുമ്പോൾ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറയുന്നത് വളരെയധികം കുറവുമാണ്. അതുകൊണ്ടാണ് ഇതിനെ മരുഭൂമി എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ അന്റാർട്ടിക്ക ഇപ്പോൾ ഐസ് കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഐസുകൾക്ക് ഇപ്പോൾ കാണുന്ന ദൃഢത ലഭിച്ചത് ഏതാണ്ട് ഒരു 45 മില്യൺ വർഷം കൊണ്ടാണ്. ഇതിന് കാരണവും ഈ മഴയുടെ ലഭ്യത കുറവാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ അന്റാർട്ടിക്ക ഒരു വരണ്ട പ്രദേശമാണെന്ന് പറഞ്ഞിരുന്നു. അത് ഈ കാരണം കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഭൂമിയിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനിലയുള്ളത് ഈ അന്റാർട്ടിക്കയിലാണ്. അതായത് -89.2 നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ, അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ വളരെ ചൂടേറിയതായിരുന്നെങ്കിലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ അന്റാർട്ടിക്കയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഏതാണ്ട് ഒരു 40 മുതൽ 50 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്. ആ സമയത്തൊക്കെ അവിടുത്തെ താപനില എന്ന് പറയുന്നത് 17°C വരെയായിരുന്നു. അപ്പൊ ഇത് വെറുതെ പറഞ്ഞതല്ല. ശാസ്ത്രജ്ഞർക്ക് അന്ന് അവിടെ താമസിച്ചിരുന്ന ദിനോസറുകളുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ അന്ന് അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങളുടെ ഫോസിലും ഇവർക്ക് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ഈ അന്റാർട്ടിക്കയിലുള്ള പെൻസുല എന്ന ഒരു പ്രദേശം ഭൂമിയിൽ വെച്ച് ഏറ്റവും അധികം ചൂട് കൂടുന്ന ഒരു പ്രദേശമാണ്. അതായത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അവിടെ ഉണ്ടാകാറുള്ള സാധാരണ താപനിലയിൽ നിന്നും 3°C വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഭൂമിയിൽ ഇതുപോലെ സാധാരണയായി ഉണ്ടാകുന്ന താപനില വർധനവിന്റെ 5 ഇരട്ടിയാണ്. ഈ താപനിലയിലുണ്ടായ വ്യത്യാസം നമുക്ക് ആ പ്രദേശത്ത് കാണാനും പറ്റും. അതായത് പെൻഗ്വിനുകൾ അവിടുത്തെ ഐസ് പാളികളൊക്കെ ഉപയോഗിച്ച് കൂടുകൾ നിർമ്മിച്ച് വലിയ വലിയ കോളനികളൊക്കെ ഉണ്ടാക്കിയതും പിന്നെ പലതരം പായലുകൾ അവിടെ വളരാൻ തുടങ്ങിയതും ഇതിനൊക്കെ ഒരു ഉദാഹരണമാണ്. അന്റാർട്ടിക്കയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സമയം. നമ്മുടെ ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് മധ്യപ്രദേശിലെ മിസാർപൂരിലൂടെ കടന്നു പോകുന്ന 82.5 അക്ഷാംശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലായതുകൊണ്ട് ഈ സാങ്കല്പിക രേഖകളായ അക്ഷാംശവും രേഖാംശവും ചെന്ന് അവസാനിക്കുന്നത് ഈ ദക്ഷിണ ധ്രുവത്തിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഏത് സമയവും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. വേനൽക്കാലമാണെങ്കിൽ ഇവിടെ 6 മാസം തുടർച്ചയായ പകലും, ശൈത്യകാലമാണെങ്കിൽ ഇവിടെ 6 മാസം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടാറുള്ളത്.
ഈ ശാസ്ത്രജ്ഞരൊക്കെ തന്നെ അന്റാർട്ടിക്കയ്ക്ക് അത് ആരംഭിക്കുന്ന രാജ്യത്തിന്റെ സമയം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ഈ അന്റാർട്ടിക്കയിൽ ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ, ഏകദേശം 138-ലധികം അഗ്നിപർവ്വതങ്ങളുണ്ട്. ഈ എണ്ണമെന്ന് പറയുന്നത് ശരിയല്ല, കാരണം അതിൽ കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഇവിടെ ഉണ്ടാകാം. ഈ അഗ്നിപർവ്വതങ്ങളിൽ 2 എണ്ണമാണ് സജീവമായിട്ടുള്ളത്. അത് മൗണ്ട് സിഡ്ലിയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തേതാണ് ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന മൗണ്ട് എറേബസ്. 1908 ആസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഷാക്കേൽട്ടണും സംഘവുമാണ് ഈ പർവ്വതത്തിൽ, അതായത് ഈ മൗണ്ട് എറേബസിൽ ആദ്യമായി കയറുന്നത്. 1820 മുതലാണ് പല രാജ്യങ്ങളും അന്റാർട്ടിക്കയ്ക്കുമേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചു വന്നത്. കാരണം ഇതൊരു മനുഷ്യവാസമില്ലാത്ത ഭൂഖണ്ഡമായതുകൊണ്ട് പല രാജ്യങ്ങളും ഇതിനെ കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ചിലർ തങ്ങളുടേതാണെന്ന് വാദിച്ചപ്പോൾ ചിലർ പറഞ്ഞു അത് അവരുടേതല്ല, ഞങ്ങളുടേതാണെന്ന്. അങ്ങനെ ഇതൊരു വലിയ പ്രശ്നത്തിന് വഴിയൊരുക്കുകയാണ് ഉണ്ടായത്. അവസാനം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമെന്ന് എല്ലാ രാജ്യങ്ങളും ഒത്തു തീരുമാനിച്ചുകൊണ്ട് അവർ ഒരു ഉടമ്പടി നിർമ്മിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1959 ഡിസംബർ 12-നാണ് ഈ 12 രാജ്യങ്ങളും ചേർന്ന് അന്റാർട്ടിക്കൻ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. അതായത് ഈ ഉടമ്പടി പ്രകാരം ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ സമാധാനപരമായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഭൂഖണ്ഡത്തിൽ എന്ത് പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും അതിന് ഈ രാജ്യങ്ങളിലെ എല്ലാം ഒത്തുചേർന്ന സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ മീൻപിടുത്തത്തിനോ അല്ലെങ്കിൽ ഖനന പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ അനുമതിയും ഇല്ല. ഇനി അടുത്തതായി നമുക്ക് അന്റാർട്ടിക്കയിൽ വസിക്കുന്ന പെൻഗ്വിനുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അന്റാർട്ടിക്ക പോലുള്ള മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പറക്കുവാൻ കഴിയാത്ത ഒരു പക്ഷിവർഗമാണ് പെൻഗ്വിനുകൾ. ഇവയെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ പരിചയപ്പെടാം. ദക്ഷിണാർദ്ധ ഗോളത്തിൽ കാണപ്പെട്ടുവരുന്ന പറക്കുവാൻ സാധിക്കാത്ത സ്ഫെനിസിഡെ കുടുംബത്തിലെ കടൽ പക്ഷിയാണ് പെൻഗ്വിൻ. ദക്ഷിണ ധ്രുവത്തോടടുത്തുള്ള ദ്വീപുകളിലും ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിലും ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഗാലപ്പഗോസ് ദ്വീപുകളിലും ഇവ കാണപ്പെടുന്നു. കടലിൽ വെച്ച് മാത്രമാണ് ഇവ ഇരയെ പിടിക്കുന്നത്. ചെറു മത്സ്യങ്ങൾ, കണവ, കൊഞ്ച്, പുറംതോടുള്ള സമുദ്രജീവികൾ എന്നിവയാണ് പെൻഗ്വിനുകളുടെ ഭക്ഷണം. ഇവയുടെ ജീവിതകാലത്തിന്റെ പകുതി കരയിലും പകുതി കടലിലുമാണ് ചിലവഴിക്കുന്നത്. കരയിൽ കല്ലുകളോ ചെളിയോ ഉപയോഗിച്ചാണ് ഇവ കൂടുകൾ നിർമ്മിക്കുന്നത്. പെൻഗ്വിനുകൾ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും കരയിൽ വെച്ചാണ്. എല്ലാ പെൻഗ്വിനുകൾക്കും വെളുത്ത വയറും ഇരുണ്ട പുറവുമാണുള്ളത്. നീന്തുന്ന സമയത്തെ ഇവയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പരിണാമം മൂലം ഇത്തരമൊരു നിറം ലഭിച്ചത്. ഏകദേശം 4 അടി ഉയരവും 40 കിലോഗ്രാം ഭാരവുമാണ് വലിയ പെൻഗ്വിനുകൾക്കുള്ളത്. എന്നാൽ ഏറ്റവും ചെറിയ പെൻഗ്വിന് 1 അടി മാത്രമേ ഉയരം കാണുള്ളൂ. വെള്ളത്തിൽ തുഴയാനായി ഇവയ്ക്ക് വലിയ പാദങ്ങളുണ്ട്. ഇവയുടെ ചിറകുകൾ ഉപയോഗിച്ച് മണിക്കൂറിൽ 7 മുതൽ 8 കിലോമീറ്റർ വരെ ഇവർക്ക് നീന്താൻ കഴിയും. പക്ഷേ ഇവർക്ക് നന്നായി നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവ തുഴഞ്ഞാണ് നടക്കാറുള്ളത്. കൂടാതെ ഇവയ്ക്ക് നല്ല കേൾവി ശക്തിയും വെള്ളത്തിനടിയിൽ വളരെ സൂക്ഷ്മമായി കാണുവാനും കഴിയും. മിക്ക പെൻഗ്വിനുകളും വർഷത്തിൽ 2 മുട്ടകളാണ് ഇടാറുള്ളത്. പെൻഗ്വിനുകൾ ഇണ ചേർന്ന് മുട്ടയിട്ടതിനു ശേഷം ഭക്ഷണം കഴിക്കാനായി ഉടൻ സമുദ്രത്തിലേക്ക് പോകുന്നു. അടയിരിക്കുന്ന സമയങ്ങളിൽ അച്ഛനും അമ്മയും മറ്റു പെൻഗ്വിനുകളും മാറി മാറിയാണ് മുട്ടയുടെ ചൂട് നിലനിർത്തുന്നത്. കാൽപാദങ്ങളിൽ വെച്ചാണ് ഇവ മുട്ട വിരിയിക്കുന്നത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിനു ശേഷം അവയെ ചേർത്തു നിർത്തി ചൂട് പിടിപ്പിക്കും. അടയിരിക്കുന്ന സമയങ്ങളിൽ പെൻഗ്വിൻ ആഹാരം കഴിക്കാറില്ല. ഇവയുടെ ശരീരത്തിലെ കൊഴുപ്പാണ് ആ സമയത്ത് ഇവയുടെ ജീവൻ നിലനിർത്തുന്നത്. പെൻഗ്വിനുകൾക്ക് മത്സ്യം രുചിക്കാൻ കഴിയില്ല. രുചിയുടെ ചില പ്രധാനപ്പെട്ട ജീനുകൾ നഷ്ടപ്പെട്ടതായി ഗവേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ പെൻഗ്വിൻ, ചക്രവർത്തി പെൻഗ്വിൻ, ആഫ്രിക്കൻ പെൻഗ്വിൻ തുടങ്ങി 15 മുതൽ 20 തരം പെൻഗ്വിനുകളാണ് ലോകത്തുള്ളത്. ഇവയിൽ കിങ് പെൻഗ്വിനുകൾ 25 വർഷം വരെ ജീവിച്ചിരിക്കാറുണ്ട്. പെൻഗ്വിനുകൾക്ക് അന്റാർട്ടിക്കയിലോ അടുത്തുള്ള കടൽ തീരങ്ങളിലോ ഇരപിടിയന്മാർ ഇല്ലാത്തതിനാൽ ഭയം കൂടാതെ ഇവ മനുഷ്യരെ സമീപിക്കാറുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ 25-ന് ലോക പെൻഗ്വിൻ ദിനമായും ജനുവരി 20 പെൻഗ്വിൻ അവബോധ ദിനമായും ആചരിക്കാറുണ്ട്.